ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് കുറച്ച് ടൂളുകളെ കുറിച്ചിട്ടാണ് പരിചയപ്പെടാൻ പോണത്. കുറച്ച് സാധാരണ ടൂൾസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൂൾസുകളുണ്ട്. ഫോട്ടോഷോപ്പിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഞാൻ ആദ്യം ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ടൂളുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ശ്രദ്ധിക്കാം, നിങ്ങൾ പറഞ്ഞു തുടങ്ങണേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഇവിടെ ബ്ലർ ടൂൾ എന്നിട്ടൊരു ടൂൾ കാണാം. ബ്ലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്ലർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മങ്ങിപ്പിക്കുക, അല്ലേ? ഓക്കെ, ഇത് സാറിന് കൂടുതലായിട്ട് ഉപയോഗമുള്ള ഒരു ടൂളായിരിക്കും അല്ലേ? സ്റ്റുഡിയോയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ ഈ ഷാർപ്പ്നെസ് ഒക്കെ നമ്മളൊന്ന് സ്മൂത്ത് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാലൊക്കെ കാണാം. അപ്പോൾ ഒരു ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ അതിലെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഫോട്ടോസ് ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ മഞ്ജു വാര്യരുടെ ഒരു ഫോട്ടോസ് എടുക്കാം. ഒരു എക്സാമ്പിളായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ വർക്കിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പറ്റിയ ഫോട്ടോസ് ഞാനൊന്ന് തരട്ടെ. ഇപ്പോൾ ഈ ഫോട്ടോസ് എടുക്കാം. ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാണ്. എല്ലാവർക്കും അറിയാലോ, ഫോട്ടോസ് ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. കണ്ടല്ലോ? ഇനി നിങ്ങളൊന്ന് നോക്കൂ, ഈ മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. നമ്മൾ ചില ഫോട്ടോസുകൾ എടുത്തു കഴിയുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള കുറേ പാടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആ ഒരു ഷാർപ്പ്നെസ് കണ്ടില്ലേ നിങ്ങളിങ്ങനെ? ഇതൊക്കെ നമുക്കൊരു ഫിനിഷിങ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ശരിക്കും ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് അതിലുള്ളത്. പക്ഷേ നമുക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ടൂൾ ബോക്സിലെ ബ്ലർ ടൂൾ എടുത്തു. കണ്ടോ? ബ്ലർ ടൂൾ എടുത്തിട്ട് ക്യാപ്സ് ലോഗ് ഓണാക്കും ഓഫാക്കും കൂടി നിങ്ങൾ ചെയ്യണം കേട്ടോ. ആ ബട്ടൺ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, പറഞ്ഞു തുടങ്ങണേ ഉള്ളൂ. ക്യാപ്സ് ലെറ്റർ ഓൺ ആണെങ്കിൽ കണ്ട, ഓണാക്കുമ്പോഴും ഓഫാകുമ്പോഴും ആ പോയിന്റ് കണ്ട നിങ്ങൾ, അതിന് കറക്റ്റായിട്ടൊരു പോയിന്റ് ഇവിടെ ഞാൻ റൗണ്ട് കണ്ടല്ലോ, അത് ക്യാപ്സ് ലോഗ് ഓഫാക്കുമ്പോൾ പോയിന്റ് ആവും. കണ്ടില്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ബ്ലർ ടൂളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ടൂൾ ബോക്സിലത്തെ ബ്ലർ ടൂളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബ്ലർ ടൂൾ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നോക്കൂട്ടാ, ഈ മുഖത്തുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ ബ്ലർ ചെയ്യിക്കുകയാണ്. നോക്കിയേ, ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആ വർക്കിന്? ശ്രദ്ധിക്കുക, നോക്കൂ, ഒരു ബ്ലറിങ്ങിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടോ നിങ്ങൾ? കാണണ്ട? അപ്പോൾ ഈ ഭാഗത്ത് നോക്കാം. ഈ മൂക്കിൻ്റെ അവിടേക്കൊക്കെ നോക്കി നിങ്ങൾ കണ്ട? ഈ കണ്ണിൻ്റെ അവിടേക്ക് നോക്കി. ക്ലിയർ ആണല്ലോ? ഈ ആൽബങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റുഡിയോ സംബന്ധമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? ഈ ബ്ലർ ടൂൾ എന്നുള്ള ടൂൾ. കണ്ട? ആ മുഖത്തുണ്ടാകണ ഒരു മങ്ങിച്ച കണ്ട, പക്ഷെ ആ മങ്ങിച്ച നമ്മുടെ വർക്കിനെ ഭംഗിയാക്കുന്നുണ്ട്. നോക്കിയേ, കണ്ട? ഈ ഷാർപ്പ്നെസ് ഒക്കെ പോയിട്ട് ഓട്ടോമാറ്റിക് ഒരു ഇങ്ങനെ കുറേ കുത്തുകളൊക്കെ ഉള്ളതൊക്കെ മാഞ്ഞിട്ടൊരു ബ്ലറിങ്ങിൻ്റെ ഒരു എഫക്റ്റ് നന്നായി സൂം ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാണാണ്ടല്ലോ? ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾ മിണ്ടാണ്ടായപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തല്ലേ എന്ന് വിചാരിച്ചു. ഓക്കെ, കണ്ട? ഈ ബ്ലറിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കണ്ട? ബ്ലർ ആവണ കണ്ട ഫയല്? നോക്കൂ, മനസ്സിലായ? ഇതിനാണ് നമ്മൾ ബ്ലർ ടൂൾ യൂസ് ചെയ്യുന്നത്. ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. കണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? ബ്ലർ ചെയ്യാന്ന് പറയും ബ്ലർ ടൂൾ. അപ്പോൾ ബ്ലർ ടൂളിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ഓപ്ഷൻസുകൾ, അതിൻ്റെ സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ നല്ല രീതിയിൽ പിക്സൽസുകളൊക്കെ കൂടുതൽ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന ഫോട്ടോസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിങ്ങനെ ബ്ലർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ബ്ലർ ടൂൾ കേട്ടോ. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ കാണാം ഷാർപ്പൻ ടൂൾ എന്നൊരു ടൂൾ കാണാം.
നോക്കി നോക്കിയേ, ഷാർപ്പൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാർപ്പ്നെസ്. ഇപ്പോൾ ഈ പിരികത്തിൻ്റെ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഒരു ഷാർപ്പ്നെസ് ഫീൽ ചെയ്തേണ്ട. നോക്കൂ, കണ്ട ഈ മുടിയുടെ അവിടേക്ക് നോക്കി നോക്കിയേ, കണ്ടാ ഒരു ഷാർപ്പ്നെസ് ഫീൽ ചെയ്യണുണ്ടോ നിങ്ങൾ? സംഭവം മനസ്സിലായ? അപ്പോൾ ഷാർപ്പൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫോട്ടോസുകളെ നമുക്ക് ഷാർപ്പ് ചെയ്യാനൊക്കെ വേണ്ടി ഇപ്പോൾ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ണിനൊക്കെ ഒന്നൊരു പെർട്ടിക്കുലർ തിളക്കണ്ട. ഇപ്പോൾ നോക്കി നോക്കിയാൽ മറ്റേ കണ്ണും ഈ കണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ട. ക്ലിയർ ആണല്ലോ? ഷാർപ്പ്നെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കണ്ട ഒരു തിളക്കം കൂടുതൽ ഫീൽ ചെയ്ത് കണ്ട നിങ്ങൾക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ നമുക്ക് ഷാർപ്പ് ചെയ്യാനായിട്ട്, അതായത് ഷാർപ്പ്നെസ് വരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്, ഷാർപ്പൻ എന്നുള്ള ടൂൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? തൊട്ടടിയിൽ തന്നെ കാണാം സ്മഡ്ജ് ടൂൾ എന്ന് പറഞ്ഞിട്ട് ടൂളാണ്. സ്മഡ്ജ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ പറയുകയാണ് ഈ നെറ്റീര അവിടെ നിന്നേ ശ്രദ്ധിക്കട്ടാ, ഈ നെറ്റീര അവിടെ നിന്ന് ഒരു സ്വല്പം ഈ മുടിയൊക്കെ ഒരു സ്വല്പം എന്ത് ചെയ്യണം, അങ്ങനെ കണ്ടാ സ്മഡ്ജ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കി നോക്കൂ സ്മഡ്ജ് ചെയ്യുക. കണ്ട, അതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങടാക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങടാക്കുകയും ചെയ്യാം. ക്ലിയർ ആണല്ലോ? സ്മഡ്ജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്ലർ ടൂളുണ്ട്, ഷാർപ്പൻ ടൂളുണ്ട്, ഒപ്പം തന്നെ സ്മഡ്ജ് ചെയ്യാനുള്ള ടൂളുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ 3 ടൂള് മനസ്സിലായില്ലേ? അതിന്റെ സ്മഡ്ജ് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇങ്ങോട്ട് വലിക്കാനല്ലേ, അതായത് സ്മഡ്ജ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോൾ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഈ മുടിയുടെ അവിടെ നിന്ന് ഒരു സ്വല്പം ഒന്നിങ്ങനെ ഇറങ്ങി നിൽക്കണം. കണ്ട, ഞാൻ അത് കൂടുതൽ വലിക്കാത്തത് അത് വൃത്തികേടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ട, ഞാൻ ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ഏത് ഭാഗം എവിടെയാണെങ്കിലും ആ ഭാഗത്തേക്ക് കണ്ട ഇങ്ങനെ സ്മഡ്ജ് ചെയ്യിക്കാൻ പറ്റും. കണ്ട, സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? സ്മഡ്ജ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ ബ്ലർ ടൂള്, ഷാർപ്പൻ ടൂള്, അതേപോലെ തന്നെ സ്മഡ്ജ് ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലർ ടൂള്, ഷാർപ്പൻ ടൂള്, സ്മഡ്ജ് ടൂള്. ഇനി അതിൻ്റെ അടിയിൽ തന്നെ നോക്കി നോക്കൂ, നമ്മൾ നേരത്തെ ആ മുടി കട്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം, ഇന്നലെ നമ്മൾ മുടി കട്ട് ചെയ്യുന്ന ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനൊന്നും കൂടി പറയും കേട്ടോ, ഇന്നലത്തെ അടുത്ത ക്ലാസ് നമ്മൾ ഇന്ന് ഒന്നുകൂടി ഓടിച്ച് പറയും. റെക്കോർഡിങ് വരാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ ഒന്നുകൂടി കാണിക്കും ഇന്നലത്തെ വർക്കുകളൊക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചില ഫോട്ടോസുകൾ ഭയങ്കര ഡാർക്ക് ആവാറുണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കൊരു സ്വല്പം ലൈറ്റ് ആക്കാനായിട്ട് ആ ഫോട്ടോ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ആക്കാൻ എന്താ സർ ഉപയോഗിച്ചത്? ഇതാ ഈ ടൂള്, അതായത് ഡോഗ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. കണ്ടോ, ഡോഡ്ജ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ടൂൾ ബേൺ ടൂൾ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആണ്, പിന്നെ ഡോഡ്ജ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനല്ലേ? അതായത് ഇതാ ഈ ടൂളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ചില ഫോട്ടോസൊക്കെ ക്യാമറയിൽ എടുക്കുമ്പോഴേ ഭയങ്കര ഡാർക്ക് ഫീൽ ചെയ്യാറുണ്ട് എടുക്കുന്ന ഫോട്ടോസുകൾ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഒരു മിനിറ്റ് കേട്ടോ, എൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് സാറൊന്ന് വിളിക്കുന്നുണ്ടേ, ഒരു മിനിറ്റ്. സാറേ, സാർ അതെ, ഇന്നത്തെ ക്ലാസ്സിലാണോ സാറേ? ഇപ്പോൾ ഞാൻ ക്ലാസ്സിലാണ്. ഞാനൊരു കാര്യം ചെയ്യാം സാറേ, നാളെ അവർക്ക് പേഴ്സണലായിട്ടൊരു ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ ഈ 5 മണിയുടെ ബാച്ചിലേക്ക് മാറ്റാം. ഞാൻ ചെയ്യാം. ശരി സാറേ, ഞാനിപ്പോൾ ക്ലാസ്സിലാണ്. ശരി, ഓക്കെ. സോറി കേട്ടോ, അത് ഹെഡ് ഓഫീസിൽ നിന്നായ കാരണമാണ് എടുത്തത്. കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ തന്നിട്ടുള്ള ആളാണ് വിളിച്ചത്. അപ്പോൾ ഒരു സ്റ്റുഡൻസിനും കൂടി ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പേഴ്സണലായിട്ടൊരു ക്ലാസ് കൊടുത്തിട്ട് നമുക്കത് കൊണ്ടുവരാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മൾ ചില ഫോട്ടോസുകൾ ഇപ്പോൾ സാറിനൊക്കെ അറിയാവുമല്ലോ അല്ലേ സാറേ? അതായത് ചില ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കളർ കറക്ഷനായി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ഉള്ള ഫോട്ടോസിൽ തന്നെ കണ്ടില്ലേ കുറച്ച് വെളുപ്പിക്കണം എന്നൊക്കെ പറയും. നമ്മൾ വെളുപ്പിച്ചിട്ടൊക്കെയാണ് കൊടുക്കാറ് അല്ലേ? ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വെളുപ്പിച്ചിട്ട് നമ്മൾ സുന്ദരനായിട്ടൊക്കെയാണ് കൊടുക്കാറ് അല്ലേ? അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഇതൊക്കെ. കണ്ടോ, ഡോഗ് ടൂൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ച് ആക്കാം. പിന്നെ അതിൻ്റെ അടിയിൽ നോക്കിയൊക്കെ ബേൺ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡാർക്ക്നെസ് ഫീൽ ചെയ്യിക്കാനാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റ് കുറച്ച് കൂടുതൽ കയറി വരും.
സംഭവം മനസ്സിലായോ? ചില ഫോട്ടോസുകളിൽ ഭയങ്കര ലൈറ്റാവും, ലൈറ്റുകൾ കൂടിയിട്ട് ചിലപ്പോൾ ഇത് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡാർക്കാക്കാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബേൺ ടൂൾ വെച്ച് നമുക്ക് സ്വല്പം ഡാർക്കാക്കാം, ഫോട്ടോസുകളൊക്കെ സ്വല്പം ഡാർക്കാക്കി കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഫോട്ടോസിൻ്റെ പകുതി ഭാഗം മാത്രം കളർ മതി. നോക്കിയേ, കണ്ടോ നിങ്ങൾ? ക്ലിയർ ആണല്ലോ? കണ്ട ആ ഒരു നമ്മൾ ആ ബ്രഷ് കൊണ്ട് കളർ ഇങ്ങോട്ട് ഒപ്പിയെടുക്കുകയാണ് ആവുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് ആ കളർ ഇങ്ങോട്ട് ഒപ്പിയെടുക്കുക ചെയ്യുന്നു സ്പോഞ്ച് ടൂൾ വെച്ചിട്ട്. ക്ലിയർ ആണല്ലോ? നിങ്ങൾ മ്യൂട്ട് ചെയ്യണം കേട്ടോ, മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളറുകൾ ഏത് കളറുകളാണെന്നുണ്ടെങ്കിൽ ആ കളർ ഇങ്ങോട്ട് ഒപ്പിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്, ഇവിടെ സ്പോഞ്ച് ടൂൾ എന്നുള്ള ടൂൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഡോക്ക് ടൂൾ, അതായത് ഒന്ന് ലൈറ്റ് ആക്കാനായിട്ട്, രണ്ടാമത്തത് ഡാർക്ക് ആക്കാനായിട്ട്, മൂന്നാമത്തത് ഒരു പെർട്ടിക്കുലർ കളർ, ഒരു സ്പോഞ്ച് കളർ ഇങ്ങോട്ട് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള്. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഇനി നമ്മൾ പഠിക്കുന്നത് ക്ലോൺ സ്റ്റാമ്പ് എന്നുള്ളൊരു ടൂളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ക്ലോൺ സ്റ്റാമ്പ്. കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ എടുത്തിട്ടുള്ള മഞ്ജു വാര്യരുടെ ഫോട്ടോസ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നോട് പറയുകയാണ് എനിക്ക് ഈ പൊട്ട് മായ്ക്കണം, അല്ലെങ്കിൽ ഈ മൂക്കിൻ്റെ അവിടെ കണ്ട ഒരു ചെറിയൊരു അടയാളമുണ്ട്, ഈ അടയാളം മായ്ക്കണം. ഓക്കെ, ഈ കൗളിൻ്റെ അവിടെ ഒരു അടയാളമുണ്ട്, അത് മായ്ക്കണം. അങ്ങനെ ഫോട്ടോ ടച്ച് ചെയ്യണം എന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായ? ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. പൊട്ട് ഇല്ലായിരുന്നെങ്കിൽ, ഈ പൊട്ട് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഏകദേശം ഏത് കളറാവുമായിരുന്നു? അതായത് ഈ പൊട്ടിന്റെ ചുറ്റുള്ള ഏതെങ്കിലും ഒരു ആ കളറാണ് ആവുക അല്ലേ? ആ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുക്കുക. ക്ലിയർ ആണല്ലോ? ഏത് കളറാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ആൾട്ട് കീ അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ആൾട്ട് കീ അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ കൊടുന്ന് ഇങ്ങനെ മിക്സ് ചെയ്യിക്കുക. മനസ്സിലായ? ഈ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന മെയിനായിട്ട് ഫോട്ടോ ടച്ച് ചെയ്യുന്ന ആൾക്കാർ എഡിറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ടൂളാണ് ഈ ക്ലോൺ സ്റ്റാമ്പ് എന്നുള്ള ടൂളൊക്കെ. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഇവിടെ ആൾട്ടമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്തു, നോക്കി നോക്കി അവിടുത്തെ കുരു മാഞ്ഞു പോയത് കണ്ടോ നിങ്ങൾ? സംഭവം മനസ്സിലായ? എപ്പോഴും ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ കളറിൻ്റെ കോമ്പിനേഷനും കൂടി നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. വെറുതെ ഇട്ടിട്ട് കൊടുക്കരുത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കളറ് നോക്കി നോക്കി, ആ കളറിന് തന്നെയാണ് അവിടെ കറക്റ്റ് ചേരുള്ളൂ. ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായ? അങ്ങനെ നമുക്ക് ഫോട്ടോ ടച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ നോക്കി നോക്കിയേ, കണ്ട? അപ്പോൾ ആട് മാഞ്ഞു പോയത് കണ്ട നിങ്ങൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകളാണ്. സാറൊക്കെ ഇത് യൂസ് ചെയ്യുന്ന ടൂളുകളായിരിക്കും അല്ലേ സാറേ? അതെ, മെയിൻ ടൂളാണ്. ഒരു സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഈ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെയിനായിട്ട് വരുന്ന ഒരു ടൂളാണ് ക്ലോൺ സ്റ്റാമ്പ് എന്നുള്ള ടൂള്. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള പാടുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റുഡിയോക്കാർ അവരൊക്കെ ഫോട്ടോ ടച്ച് ചെയ്യുമ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ക്ലോൺ സ്റ്റാമ്പ് മനസ്സിലായല്ലോ? ആൾട്ട്. ഓക്കെ, ഇനി ആൾട്ട് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നതാണ് പാറ്റേൺ സ്റ്റാമ്പ് എന്നുള്ളൊരു ടൂളുണ്ട്. ക്ലോൺ സ്റ്റാമ്പിൻ്റെ ഉള്ളിൽ തന്നെ വേറെ വരുന്ന മറ്റൊരു ടൂളാണെന്ത്, പാറ്റേൺ സ്റ്റാമ്പ് എന്നുള്ള ടൂള്. ഈ പാറ്റേൺ സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമുക്കൊരു പർട്ടിക്കുലർ പാറ്റേൺ ആക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിളായിട്ട് നോക്കൂട്ടോ നിങ്ങൾ, ഈ കണ്ണ് ഞാൻ സെലക്ഷൻ ചെയ്തെടുത്തു. ഈ കണ്ണ് സെലക്ഷൻ ചെയ്തെടുത്തിട്ട് ഞാനിതിനെ പാറ്റേൺ ആക്കാൻ പോവുകയാണ്. പാറ്റേൺ ആക്കാനായിട്ട് എഡിറ്റിൻ്റെ ഉള്ളിൽ ഡിഫൈൻ പാറ്റേൺ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, കണ്ടല്ലോ? എഡിറ്റ് എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ സെലക്ഷൻ ചെയ്യുക, എഡിറ്റിൽ പോവുക,
ഡിഫൈൻ പാറ്റേൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? പാറ്റേൺ നിങ്ങളൊരു പേര് കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം വെൽക്കം എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ പറഞ്ഞു. ഇനി നമ്മൾ സെലക്ഷൻ കളഞ്ഞു വിട്ടാം. ഈ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നോക്കി നോക്കിയേ, കണ്ട നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ എടുക്കുന്നുണ്ട് അവിടെ, കണ്ട ഇതെടുത്തിട്ട് നമുക്ക് പാറ്റേണുകളെ ഫുള്ള് ഫില്ല് ചെയ്യിക്കാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? പക്ഷേ ഇത് ഇങ്ങനെയൊന്നും ഇതൊന്നും ഇതൊരു വർക്കൊന്നുമല്ല. ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കിട്ടാണ്. ഞാനിവിടെ ഒരു പുതിയ പേജ് എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, പുതിയൊരു പേജ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു ട്രാൻസ്പെറൻറ്റ് പേജ്. ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ എന്താ എടുത്തത്? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എടുത്തത്. അതെന്താ വ്യത്യാസം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കാം, കണ്ടോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു പേജ് വരും. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ഉള്ളിൽ ഞാനൊരു റൗണ്ട് വരച്ചു. ഒരു റൗണ്ട് വരച്ചിട്ട് ഞാനൊരു കളർ കൊടുത്തു. ആൾട്ട് ബാക്ക് സ്പേസ് പറഞ്ഞിട്ട് ഞാനൊരു കളർ കൊടുത്തു. സെലക്ഷൻ കളയാൻ Ctrl+D. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിലെ ബോക്സ് സെലക്ഷൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ട്രാൻസ്പെറൻറ്റ് പേജിലാട്ടോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണം, ട്രാൻസ്പെറൻറ്റ് പേജിലാണ് ചെയ്തിട്ടുള്ളത്. ഞാനിതിനെ സെലക്ഷൻ ചെയ്ത് കൊടുത്തിട്ട് എഡിറ്റിൽ പോയിട്ട് ഡിഫൈൻ പാറ്റേൺ എന്നുള്ള കമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ശ്രദ്ധിക്കുക, ട്രാൻസ്പെറൻറ്റ് പേജിൽ ഞാനൊരു റൗണ്ട് സെറ്റ് ചെയ്തു. ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നുകൊണ്ട് ഞാനിതിനെ സെലക്ഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു എഡിറ്റിൻ്റെ ഉള്ളിൽ ഡിഫൈൻ പാറ്റേൺ എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. പാറ്റേൺ സെറ്റ് ചെയ്തു. ഓക്കെ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഈ കാണുന്ന പേജിലേക്ക് എനിക്ക് ആ പാറ്റേണെ കൊണ്ടുവരണം. ഞാൻ പുതിയൊരു ലെയർ എടുത്തു, പാറ്റേൺ ടൂൾ എടുത്തു. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ അവിടെ വന്നിട്ടുണ്ട്. പാറ്റേൺ ഞാനിപ്പോൾ അതൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. പുതിയ ലെയറിലാണ് മിക്സ് ചെയ്യാൻ പോണത്. ശ്രദ്ധിക്കുക എല്ലാവരും, കണ്ടോ? മനസ്സിലായ? ആ പാറ്റേൺ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയോ അങ്ങനെ വരാനേ? ക്ലിക്ക് ചെയ്താൽ മതി. ആ പാറ്റേൺ ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് നോക്കി, അപ്പോൾ ഒന്നും കൂടി എഫക്റ്റീവ് ആവും വർക്ക്. നോക്കി, കണ്ടോ? ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ വേറെ കളർ കൊടുത്തതാണ്. സർ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളർ കൊടുക്കുക? ബാക്ക്ഗ്രൗണ്ടിൽ ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്താൽ മതിയല്ലോ കളർ എടുത്തിട്ട്. ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നിന്നിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്താൽ മതി. സംഭവം മനസ്സിലായ? മറ്റേത് ഇത്ര റൗണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം വർക്ക് ചെയ്യണം ഫോട്ടോഷോപ്പിൽ? മനസ്സിലായ? ഇനി ഈ കളർ എനിക്കൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുക, അതായത് വെള്ളയാക്കണം എന്ന് വിചാരിക്കാം. ഈ കളർ എനിക്കൊരു വെള്ള കളറാക്കി മാറ്റണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഇവിടെ നിന്ന് വെള്ള കളർ എടുത്തിട്ട് ആ ലെയറുമ്പോൾ നിന്നിട്ട് ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുക്കുക. ആൾട്ട് ബാക്ക് സ്പേസ് അല്ല, ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ്. കണ്ടോ? മനസ്സിലായ? ഇപ്പോൾ ഒരു പച്ച കളർ കൊടുക്കണം എന്ന് വിചാരിക്കുക. ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്ത് നോക്കി. മഞ്ഞ കളർ കൊടുക്കണം എന്ന് വിചാരിക്കുക. അത് സെപ്പറേറ്റ് ലെയറിലാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഒരു പർട്ടിക്കുലർ ലെയറിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ്. ക്ലിയർ അല്ലേ? ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം എങ്ങനെയാണ് വരിക? അതല്ല ചെയ്യേണ്ടത്. ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകളെ സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതിൽ തന്നെ ടെക്സ്റ്റും ചെയ്യാട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ വർക്കിലൊക്കെ സ്റ്റുഡിയോക്കാരൊക്കെ ചെയ്തതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. വെഡ്ഡിങ്ങിൻ്റെ വർക്കിലൊക്കെ ഇപ്പോൾ വെഡ്ഡിങ് എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ളൊരു ടെക്സ്റ്റിനെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളൊരു ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പാറ്റേൺ ആക്കും. സെലക്ഷൻ ചെയ്യുക,
ജസ്റ്റ് സെലക്ഷൻ ചെയ്തതിന് ശേഷം എഡിറ്റിൻ്റെ ഉള്ളിൽ പോവുക. ഡിഫൈൻ പാറ്റേൺ കണ്ടല്ലോ, പാറ്റേൺ ഒരു പേര് കൊടുക്കാം. ഇനി നമ്മുടെ വർക്കിൽ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ അവിടെ വന്നിട്ടുണ്ട് കണ്ടല്ലോ. പുതിയൊരു ലെയർ എടുത്തു, ഞാൻ എന്ത് ചെയ്തു, അതിൽ ക്ലിക്ക് ചെയ്തു. കണ്ട നിങ്ങൾ വർക്ക് കണ്ടോ? മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഇതിനും കളർ നമുക്ക് വെള്ള കളറാക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ലെയറിലായിരിക്കും എടുത്തുണ്ടാവേണ്ടത്. അതിൽ നിന്നുകൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു നല്ല പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്നിട്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പിക്ചർ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? ആഡ് ചെയ്യാം കണ്ടല്ലോ. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ. ഒരു നല്ല നല്ല പോസ്റ്ററുകളൊക്കെ അതേപോലെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പാറ്റേൺ മനസ്സിലായല്ലോ? പാറ്റേൺ സെറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അത് ഈ ട്രാൻസ്പെറൻറ്റ് പേജിൽ ചെയ്താലാണ് ഇത്ര ഇത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഇപ്പോൾ മറ്റു പേജിൽ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് തോന്നും അല്ലേ? മറ്റു പേജിൽ ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷൻ ചെയ്യുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ടില്ലേ അതും കൂടി പാറ്റേൺ ആവും. നോക്കൂ, ഞാൻ വൈറ്റ് കളറിൽ ചെയ്തു എന്ന് വിചാരിക്കാം. ഇതിലാണ് പാറ്റേൺ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഒന്ന് നോക്കി നിങ്ങൾ സെലക്ഷൻ ചെയ്തു, കളർ കൊടുത്തു, പാറ്റേൺ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഡൗട്ട് വരുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഇതിനെ ഞാൻ സെലക്ഷൻ ചെയ്തിട്ട് പറയുകയാണ്, ഇങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് പറയുകയാണ് എന്തെന്ന്, എനിക്ക് എഡിറ്റിൻ്റെ ഉള്ളിൽ ഡിഫൈൻ പാറ്റേൺ. ഇതും പാറ്റേൺ ചെയ്യാൻ പറ്റായിക്കൊന്നുമില്ല, പാറ്റേണൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് നോക്കിയൊക്കെ, ഇവിടെ ഞാൻ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എടുത്തിട്ട് വർക്ക് ചെയ്യണ സമയത്ത് കണ്ട ആ വെള്ള കളറും കൂടി ഫില്ല് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതാണ് വ്യത്യാസം. മനസ്സിലായില്ലേ സർ? ഒന്നിന്റെ കളർ ആൾട്ട് ഷിഫ്റ്റ് ഇതല്ല, ബാക്ക് സ്പേസ് അല്ല, ആൾട്ട് ഷിഫ്റ്റ്. അതെ, ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ്. ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ. അപ്പോൾ ഇതിലിവിടെ നിന്നുകൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് ആക്റ്റീവ് ആയി മാറും. ഓക്കെ. അപ്പോൾ പാറ്റേൺ സ്റ്റാമ്പ് ടൂളും ക്ലോൺ സ്റ്റാമ്പ് ടൂളും നമ്മൾ പഠിച്ചത് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കൊരു പാച്ച് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. പാച്ച് ടൂൾ. അനുരാഗ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും റെക്കോർഡിങ്ങിൻ്റെ വീഡിയോയും കൂടി ഇടാം കേട്ടോ. ഇവിടെ നിന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക അനുരാഗ്. ഓക്കെ, ശ്രദ്ധിക്കേട്ടാ. ഇവിടെ ഞാൻ ഒരു ടൂളിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ബ്രഷ് ടൂള്, പാച്ച് ടൂൾ എന്ന് പറഞ്ഞിട്ട് ടൂൾ കാണാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ നിന്ന് ഒരു സീനറി എടുക്കാൻ പോവാണ്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സീനറി എടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു സീനറി എടുക്കുകയാണ്. നമുക്ക് ആ വർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാട്ടോ തിരയുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തിരയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സീനറിയാണ്. ശ്രദ്ധിക്കുക, ഞാനിതിൻ്റെ ലിങ്ക് അയച്ചു തരാം എല്ലാവർക്കും. നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കുക, ഇവിടെ നിന്നിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു ഫോട്ടോസ് സേവ് ചെയ്യുന്നുണ്ട്.
ഫോട്ടോസ് സേവ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ വേണ്ട, നമുക്ക് വേറെ ഫോട്ടോസ് എടുക്കാം. വേറെ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഈ ഫോട്ടോസ് എടുക്കാം. ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കട്ടോ, ഈ ടൂളിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ആ ഫോട്ടോസ് ഓപ്പൺ ആക്കി നമ്മൾ ആ ഫോട്ടോസ് ഓപ്പൺ ആക്കുകയാണ്. ഞാൻ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഓപ്പൺ ആക്കിയിട്ട്, ഇതിപ്പോൾ ചെറിയ ഫോട്ടോസാണ്, ക്ലാരിറ്റി ഇല്ല, വേറെ എടുക്കാം. ഓക്കെ, ഈ ഫോട്ടോസ് എടുക്കാം. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ആ ഫോട്ടോസ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ, അത് മറ്റേ 3D വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് എന്തെന്ന് വേണം, ഈ കാണുന്ന ഈ ചെടിയുടെ ഭാഗം കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി നിൽക്കണം. മനസ്സിലായ? ഈ കാട് പിടിച്ച് നിൽക്കണ പോലത്തെ മരങ്ങൾ കുറച്ച് കയറി നിൽക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിൻ്റെ ഉള്ളിലുള്ള പാച്ച് ടൂൾ എടുക്കുക. പാച്ച് ടൂൾ എടുത്തിട്ട് ആദ്യം വരയ്ക്കുക. വരച്ചിട്ട് അതിനെടുത്തിട്ട് നിങ്ങൾ അപ്പുറത്തേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം അവിടേക്ക് പ്രിൻ്റ് ചെയ്ത് വരും. കണ്ടോ? മനസ്സിലായ? ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ കുളത്തിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടണം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വരച്ചു കൊടുത്തിട്ട് ഞാൻ അതിനെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആ വെള്ളത്തിൻ്റെ എഫക്റ്റ് അവിടെ ഫീൽ ചെയ്യണുണ്ടോ, അതിൽ മിക്സ് ചെയ്യണുണ്ടോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കല്ലൊരെണ്ണം കൂടി ഇവിടെ വേണം. ഇങ്ങനെ എടുത്ത് വരച്ചു, അതിനെടുത്തിട്ട് ആ കല്ലിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ഒരു കല്ല് മിക്സ് ചെയ്യണുണ്ടോ നിങ്ങൾ? മനസ്സിലായ? പാച്ച് ടൂൾ, പാച്ച് ചെയ്യാന്നാണ് പറയാം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ മേഘം ഇവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് ഈ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് മിക്സ് ചെയ്യുക, ആ കളറിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? പാച്ച് ടൂൾ മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അതായത് എവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം വരയ്ക്കുക, എന്നിട്ട് അത് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ കളറിൽ അത് മിക്സ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വരും. കണ്ടോ? ഓക്കെ. ഇനി അതിൽ തന്നെ ഒരു ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഹീലിംഗ് ബ്രഷ് ടൂൾ ശ്രദ്ധിക്കുക. ഹീലിംഗ് ബ്രഷ് ടൂള് ആൾട്ടമർത്തി പിടിച്ച് ശ്രദ്ധിക്കട്ടോ, ആൾട്ടമർത്തി പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ഇപ്പോൾ ഇതിൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. പാറ്റേണുകൾ ഇപ്പോൾ നമ്മുടെ പാറ്റേണുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് മിക്സ് ചെയ്യുക. കളറുകളൊന്നും നോക്കണ്ട. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇതൊക്കെ ഫോട്ടോ ടച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഒരു റെഡ് ഐ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോഴേ കണ്ണ് മാത്രം ഒരു ചുവപ്പ് കളറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചില ക്യാമറയിൽ, ഡിജിറ്റൽ ക്യാമറയിലാണ് കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്യുക. ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ആ കണ്ണിൻ്റെ ആ ഭാഗം മാത്രം ഒരു റെഡ് കളർ ഫീൽ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ടൂൾ എടുത്തിട്ട് അതിനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ആ മഞ്ജു വാര്യരുടെ ഫോട്ടോയിൽ നോക്കാം. ശ്രദ്ധിക്കൂ. ഇപ്പോൾ എന്തെങ്കിലും ഈ ടൂൾ എടുത്തിട്ട് നമ്മൾ ആ കണ്ണിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതിപ്പോൾ റെഡ് കളർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ല ആ കളർ പോയിട്ട് ആ ബ്ലാക്ക് ഫീൽ ചെയ്യോടെ ശരിക്കും. കണ്ടോ? റെഡ് ഐ ടൂള്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഈ സ്പോട്ട് ഹീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിലേക്ക് ആ ഹീലിംഗ് അവിടെ ആക്റ്റീവ് ആയി മാറും. കണ്ടോ? അപ്പോൾ ഈ ഭാഗം ഒന്നും ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗം കൂടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഫോട്ടോനെ ടച്ച് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ രീതിയിൽ പാച്ച് ചെയ്യുന്ന ടൂള്. പാച്ച് ചെയ്യുന്ന ടൂൾ വെച്ചിട്ടും നമ്മുടെ മുഖക്കുരൊക്കെ മാറ്റിയാട്ടോ. നോക്കൂ, ഇപ്പോൾ ഞാൻ നേരത്തെ ഈ ഇതൊക്കെ മാച്ചില്ലേ, അതേപോലെ ഇവിടെ വരച്ചിട്ട് ആ ഭാഗത്തിന് ഇങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ മിക്സ് ചെയ്ത് വരും. ക്ലിയർ ആണല്ലോ? മനസ്സിലായ? ഇവിടെ വരച്ചിട്ട്
ഇവിടെ വരച്ചിട്ട് ഇതിനെടുത്തിട്ട് ഇവിടേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് വന്നിരിക്കും. ക്ലിയർ അല്ലേ? ഈ ഭാഗം ഇത്ര ഭാഗം ക്ലിയർ ആയല്ലോ? പാച്ച് ചെയ്യുന്ന ടൂള്, ഹീലിംഗ് ബ്രഷ് ടൂളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രഷ് ടൂൾ പിന്നെ അറിയാലോ, പോയിന്റുകളൊക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ബ്രഷുകളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ടൂൾ ഉണ്ടായിരുന്നു, മേജിക് വാണ്ട് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂള്. അതിനനുയോജ്യമായിട്ടുള്ളൊരു ഫോട്ടോസ് ഞാൻ തിരഞ്ഞെടുക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ ഒറ്റ കളറുള്ള ഫോട്ടോസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലവർ, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഫോട്ടോസുകളുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെള്ള കളർ മാത്രം കട്ട് ചെയ്താൽ മതി അല്ലേ? ഞാൻ ഇപ്പോൾ അതാ ഈ ഫ്ലവർ എടുക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഈ ഫ്ലവർ എടുത്തു, ഞാനിതിനെ സേവ് ചെയ്യുന്നേ, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോസ് ഓപ്പൺ ആക്കുകയാണ്. ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഫയൽ ഞാൻ ഓപ്പൺ ആക്കി. ശ്രദ്ധിക്കുക, ഈ ഫയലിനെ കട്ട് ചെയ്യണം എനിക്ക്. ഇതിനെ ഞാൻ തൽക്കാലം 5 വരെ ഫോട്ടോയ്ക്ക് വലിച്ചിട്ടു. ഇനി നോക്കട്ടാ, ഈ മേജിക് വാണ്ട് ടൂൾ എടുത്തിട്ടേ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ വെള്ള കളർ കംപ്ലീറ്റ് സെലക്ഷൻ ആയതുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ, ഈ ചെടിയുടെ ഉള്ളിൽ വേണ്ട കുറച്ച് വെള്ള കളറും കൂടി ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സിമിലർ അടിച്ചാൽ മതി. ഓക്കെ, മറ്റേത് ഈ ഫോട്ടോ പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും? കുറേ സമയം എടുക്കില്ലേ നമ്മൾ? ക്ലിയർ ആണല്ലോ? മേജിക് വാണ്ട് ടൂള് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. ഒരു പർട്ടിക്കുലർ കളറ്, ഈ ടൂള് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ പറയുന്നു. നമ്മളെ സ്റ്റുഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് തുണികൾ ഇടുന്നുണ്ടാവും. നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒറ്റ കളറുള്ള തുണിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നിങ്ങളെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനസ്സിലായ? ആണല്ലോ സാറേ? അത് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് തുണി സെറ്റ് ചെയ്യുന്നത്? അതെ, ഈവൻ കളറുകളെല്ലാം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നമുക്കൊരു ഇങ്ങനത്തെ കുറച്ച് കളറുകൾ നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കർട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തുണിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വെച്ചാൽ മേജിക് വാണ്ട് ടൂൾ കൊണ്ട് നമ്മൾ ആ കളറൊക്കെ ഉണ്ട് സെലക്ഷൻ ചെയ്ത് പകുതിയൊക്കെ മാച്ച് കളഞ്ഞ് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസുകൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോട്ടോസുകളൊക്കെ തരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ടൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേജിക് വാണ്ട് ടൂളാണ് ശരിക്കും ഒറ്റ കളറുള്ള വർക്കുകളാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ടൂളാണ് മേജിക് വാണ്ട് ടൂൾ എന്നുള്ള ടൂള്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രോപ്പ് ചെയ്യുന്ന ടൂളാണ്. ഇതും സ്റ്റുഡിയോയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കറക്റ്റ് സൈസിലേക്കൊന്നും ആവില്ല ആ ഫോട്ടോ വരിക അല്ലേ? അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആംഗിളുകൾ നോക്കി നിങ്ങൾ. എനിക്കിപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5:7 അങ്ങനെയുള്ള പല സൈസുകൾ അവർ ഉപയോഗിക്കും. 4:5, 8:11. അപ്പോൾ അതിലേക്കൊക്കെ കൊടുത്ത് നമ്മളത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈസായിട്ട് മാറും ആ ഫോട്ടോ. സംഭവം മനസ്സിലായ? ഇമേജിൽ പോയിട്ട് ഇമേജ് സൈസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചു തരും. ഓക്കെ, മെഷർമെൻറ്റ് ക്ലിയർ ആണല്ലോ? ക്രോപ്പ് ചെയ്യാന്ന് പറയും. നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് ഫോട്ടോസുകളെ കട്ട് ചെയ്തെടുക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതൊരു 6:4 സൈസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവർ ആ ഫോട്ടോസിനെ എടുത്തിട്ട് ആ ക്രോപ്പ് ചെയ്യുന്ന ടൂൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ അവർ പറയുന്ന മെഷർമെൻറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഇത് 6:4 ഈ 6:4 അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 6:4 ഫോട്ടോസായിട്ട് മാറും. സൈസൊന്നും പിന്നെ നമ്മൾ പോയി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പേജും നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്രോപ്പ് ചെയ്ത് വരും ഓട്ടോമാറ്റിക്കായിട്ട്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? ക്രോപ്പ് എന്നുള്ളത് മനസ്സിലായല്ലോ?
യെസ് സർ. ഓക്കെ, നമ്മൾ ക്രോപ്പ് എടുക്കുക, ക്രോപ്പിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ ഉണ്ടാവും, മേലെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ആ അളവിൽ ക്രോപ്പ് ചെയ്യാം, ഈ അളവിൽ വേണമെങ്കിൽ ഈ അളവിൽ ക്രോപ്പ് ചെയ്യാം. ഇനി പുതിയ ക്രോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ ക്രോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെഷർമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പുതിയ ക്രോപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു പർട്ടിക്കുലർ അളവ് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് വരുന്ന ഒരു ടൂളിനെ പരിചയപ്പെടുത്തുന്നത് പിക്ക് ചെയ്യണ ടൂളാണ്. കളറ് പിക്ക് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. കളറ് പിക്ക് ചെയ്തെടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഒരു വർക്ക് ചെയ്യുമ്പോൾ കളർ കോമ്പിനേഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി എന്ന് വിചാരിക്കാം. നിങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന ഡ്രസ്സല്ലേ നിങ്ങൾ എടുക്കുള്ളൂ. ഇപ്പോൾ കടക്കാരൻ പറയണത് നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്തിട്ട് വരുള്ളൂ. അല്ലേ? അല്ലാതെ അയാൾ പറയണത് കേട്ടിട്ട് നമ്മൾ എടുത്തിട്ട് വരില്ലല്ലോ. ക്ലിയർ ആണല്ലോ? അത് ഒരു കളർ കോമ്പിനേഷൻസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് തന്നെയാണ് ഫോട്ടോഷോപ്പിൽ കളർ കോമ്പിനേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു പേജ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ഫോട്ടോസ് ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഫോട്ടോസ് തന്നെ തിരഞ്ഞെടുക്കാം. ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതൽ ആവശ്യം വരിക. അതിനായിട്ട് നമ്മൾ www.freepik.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലേക്ക് പോവുകയാണ്. freepik.com നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈറ്റ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു കമ്പ്യൂട്ടർ വിത്ത് നോക്കിട്ടാ, കമ്പ്യൂട്ടർ വിത്ത് മാൻ കൊടുത്തു. കമ്പ്യൂട്ടർ വിത്ത് മാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇതിൽ ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് എടുക്കാം. ഈ ഫോട്ടോസൊന്നും ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കട്ടെ, ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ഫയലിനെ ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആക്കുന്നു. ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് ഞാൻ ഓപ്പൺ ആക്കി. ഇതിപ്പോൾ വെള്ള കളർ ബാക്ക്ഗ്രൗണ്ട് ആയ കാരണം നമുക്ക് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തൂടെ? നമ്മുടെ പേജിലേക്ക് ഇതിനെ വലിച്ചിട്ടു. ശ്രദ്ധിക്കുക, വലിച്ചിട്ടു. Ctrl+T, പിക്ചർ ചെറുതാക്കാനും വലുതാക്കാനും വേണ്ടിയിട്ട് നമ്മൾ Ctrl+T എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ കൊടുത്തുട്ടാ. അങ്ങനെ Ctrl+T എന്നുള്ള മെഷർമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ചുറ്റുള്ള ഈ വെള്ള കളർ, ഇതിനിപ്പോൾ വെള്ള കളർ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. കണ്ട, ഒരു വെള്ള കളർ ഈ ഫോട്ടോസിനുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ മേജിക് മൗണ്ട് കൊണ്ട് ഈ വെള്ള കളർ ക്ലിക്ക് ചെയ്തു. തൽക്കാലം ഒരു വെള്ള കളർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഡിലീറ്റ് ചെയ്തു. ശ്രദ്ധിക്കട്ടോ, അതിന് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കളർ കോമ്പിനേഷൻ്റെ കാര്യം പറയുകയാണ്. എനിക്ക് ഇതിനൊരു വർക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വെള്ള കളർ തന്നെ കൊടുത്തത്, എനിക്കൊരു വർക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഷർട്ടിൻ്റെ കളറിനനുസരിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് കൊടുക്കണം എന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായ? ഒരു ടെക്സ്റ്റ് കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു കോമ്പിനേഷൻ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനിതിൽ എഴുതാൻ പോണത് ഈ പിക്ക് ചെയ്യണ ടൂള്, ഈ ചെറിയ പിള്ളേർക്ക് മരുന്ന് കൊടുക്കണ പോലത്തെ ഫില്ലറിൻ്റെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ കളർ ക്ലിക്ക് ചെയ്തെടുത്തു. ആ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ മേലുള്ള ഒരു കളർ പിക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കി നിങ്ങൾ. മനസ്സിലായല്ലോ? ഇതാണ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ മാച്ച് ചെയ്തിട്ടുള്ള ആ ഷർട്ടിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇപ്പോൾ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കളർ കൊടുക്കുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, ഈ കളർ കൊടുക്കുമ്പോഴും ഇതേ ഒബ്ജക്റ്റിന് തന്നെ നോക്കിട്ടാ, ഞാനതിൻ്റെ വേറൊരെണ്ണം കൂടി സെറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഈ വർക്കിനുള്ള ഭംഗിയുണ്ടല്ലോ, ഈ വർക്കിന് ഇപ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ, ഈ കളറിനുള്ള ഭംഗി ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വേറെ കളർ കൊടുത്താൽ ഉണ്ടാവില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ നോക്കിട്ടാ,
കണ്ടോ? സർ ഈ കളർ പിക്ക് കൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം അല്ലേ? എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ ഞാൻ ഈ കളറിന് ഇപ്പോൾ ഇവിടെ ഒരു ചുവപ്പ് കളർ കൊടുക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട്. സംഭവം മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു കളർ പിക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതാ ഈ കളർ മതി ബാക്ക്ഗ്രൗണ്ട്. ആ കളർ പിക്ക് ചെയ്തെടുത്തു, നേരെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? കണ്ടോ കൺസെപ്റ്റ്? മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ സെറ്റ് ചെയ്യണത് കണ്ടില്ലേ നിങ്ങൾ? ക്ലിയർ അല്ലേ? അപ്പോൾ പിക്ക് ചെയ്തെടുക്കുക, അതായത് ഒരു പർട്ടിക്കുലർ കളർ നമുക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചിലർ പറയില്ലേ എനിക്ക് ഇന്ന കളർ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കളറിൻ്റെ ശരിക്കും കളറിൻ്റെ കോമ്പിനേഷൻസുകൾ, കളറിൻ്റെ മെഷർമെൻറ്റുകളുണ്ട്. നമ്മൾ അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പിക്ക് ചെയ്യണ ടൂൾ എടുത്തിട്ട് ഏത് കളറാണ് വേണ്ടതെന്ന്. ഇപ്പോൾ എനിക്ക് പറയുകയാണ് എനിക്ക് ഈ കളർ മതി ബാക്ക്ഗ്രൗണ്ടിന്, അപ്പോൾ ആ കളർ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിന് ആൾട്ട് ബാക്ക് സ്പേസ് കൊടുക്കാം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ ടീഷർട്ടിൻ്റെ കളർ മതി, ബാക്ക്ഗ്രൗണ്ടിന് ആൾട്ട് ബാക്ക് സ്പേസ് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ പിക്ക് ചെയ്യുന്ന ടൂളിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഈ പാച്ച് ടൂള്, ബ്രഷ് ടൂളൊക്കെ മനസ്സിലായി, ക്ലോൺ സ്റ്റാമ്പ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിസ്റ്ററി ബ്രഷ്, ആർട്ട് ഹിസ്റ്ററി ബ്രഷ് എന്നുള്ളൊരു ടൂളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് അത്ര ഉപയോഗമുള്ള ടൂളൊന്നല്ല, എന്നാലും ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ആർട്ട് ഹിസ്റ്ററി ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ കണ്ട കുറച്ച് മോഡലുകളൊക്കെ നമുക്കിങ്ങനെ ബ്രഷുകൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, കണ്ടില്ല? ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലാണ് അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. നോക്കൂ, കണ്ടോ? സംഭവം മനസ്സിലായ? ഒരു ജസ്റ്റ് ഒരു ഹിസ്റ്ററി ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാനായിട്ട്. അത് ഹിസ്റ്ററി, ആർട്ട് ഹിസ്റ്ററി പല മോഡലുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിലായിട്ട് മാറും. ഓക്കെ, സംഭവം മനസ്സിലായ? അത് മാഞ്ഞു പോകുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ മുകളിലുണ്ടായ എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് മാഞ്ഞു പോകുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞിലത്തെ ഒരു ഭാഗം നമ്മൾ അടുത്തത് ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പെൻ ടൂൾ കൊണ്ടാണ് നമ്മൾ ആളുടെ രൂപം കട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു അല്ലേ? അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ക്ലിയർ ആണല്ലോ? സാറ് മുടിയുടെ അവിടെയൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഏത് ടൂളാണ് സാറാ യൂസ് ചെയ്യാറ്? ഫിൽറ്റർ യൂസ് ചെയ്യൂ അല്ലേ? ഫിൽറ്ററിൽ ഈവൻ കളർ മാത്രമേ പറ്റുള്ളൂ. ഈവൻ കളർ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ അതിന് വേറൊരു ചെറിയൊരു ഐഡിയ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം, ശ്രദ്ധിക്കാം. സാറിനത് കുറച്ച് ഗുണമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു ചെറിയൊരു ഐഡിയ കണ്ടെത്തിയതാണ്. ഞാൻ ആ ഫോട്ടോസ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാം കേട്ടോ. നമ്മുടെ ഇന്നലത്തെ ആ ഫോട്ടോസ് തന്നെ എടുക്കാം നമുക്ക്. സോറി, അതിലുണ്ടാവില്ല, ആ ഫോട്ടോസ് ഉണ്ടാവില്ല. ഞാൻ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് മുടി കുറച്ച് സ്പ്രെഡായി നിൽക്കുന്ന ഒരു ഫോട്ടോസാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പേര് കൊടുത്തത് കേട്ടോ. നമുക്ക് ഇന്നലത്തെ നമ്മൾ മുന്നേ കണ്ടിരുന്ന ആ ഫോട്ടോസ് തന്നെ എടുക്കാം. ഫ്രീ പിക്കായ കൊടുത്തത്
കുഴപ്പമില്ല, ആ പേരുണ്ടായിക്കോട്ടെ കേട്ടോ. അവർ ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല അത്, പക്ഷേ ഇന്ന് അവരതിൻ്റെ മുകളിൽ എംബ്ലം സൈറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ അത് പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ ഈ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന മുടികൾ മനസ്സിലാക്കാം. സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന മുടികൾ ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഇവൻ്റെ മുടി നോക്കിയേ കണ്ടോ അല്ലേ? അപ്പോൾ ഈ മുടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പെൻ ടൂൾ കൊണ്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തൽക്കാലം പിന്നെ മുഴുവനായിട്ട് എടുക്കണില്ല കേട്ടോ, ഞാൻ കുറച്ച് ഫയൽ കൊണ്ട് എടുക്കുകയാണേ. കുറച്ച് ഫയൽ ഞാൻ കോപ്പി ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് ഇടുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, ഇന്നലെ പറഞ്ഞ ടോപ്പിക്കിലത്തെ ഒരു ഭാഗം തന്നെയാണിത്, എല്ലാവരും ശ്രദ്ധിക്കാം. ഇവൻ്റെ കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ പെൻ ടൂൾ കൊണ്ടാണ് സാധാരണ ഫോട്ടോസൊക്കെ കട്ട് ചെയ്യുക. പെൻ ടൂൾ കൊണ്ടാണ് സാധാരണ ഫോട്ടോ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂള് പെൻ ടൂളാണ് ആണല്ലോ. അതിൽ ഞാൻ എന്ത് ചെയ്തു, നന്നായി സൂം ചെയ്തിട്ട് നേരെ ഈ കാണുന്ന പെൻ ടൂൾ എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങുന്നു. ശ്രദ്ധിക്കുക, ഇങ്ങനെ കട്ട് ചെയ്തു, ഇവിടെ വരെ എത്തി. നന്നായി സൂം ചെയ്തിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം പോയാലും അത് വിഷയമുള്ള കേസല്ല, അറിയില്ല. നന്നായി സൂം ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോട്ടോസ് കട്ട് ചെയ്യുമ്പോൾ നന്നായി സൂം ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ചെവിയിൽ അതുവരെയൊക്കെ വന്നു, ഇതുവരെയൊക്കെ വന്നിട്ട് ഇതുവരെ എത്തി. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഞാൻ ഇനി കട്ട് ചെയ്യണ ഭാഗം കംപ്ലീറ്റ് ഞാൻ പുറത്തു കൂടെ സെലക്ഷൻ ചെയ്ത് പോവാം. ശ്രദ്ധിക്കട്ടാ, ഈ മുടിയുടെ ഭാഗമൊക്കെ ഞാൻ പുറത്തു കൂടെ സെലക്ഷൻ ചെയ്തു. ഓക്കെ, ഞാനിങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് ബാക്കി ചെവിയുടെ ഭാഗമൊക്കെ നമ്മൾ പെൻ ടൂൾ കൊണ്ട് തന്നെ സെലക്ഷൻ ചെയ്തു. സാധാരണ രീതിയിൽ സെലക്ഷൻ ചെയ്യണ പോലെ തന്നെ സെലക്ഷൻ ചെയ്തു. തെറ്റിക്കഴിഞ്ഞാൽ കൺട്രോൾ സെഡ് ഇട്ടാം, അണ്ടു. പഴയ വെർഷൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ആൾട്ട് സെഡ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെ അണ്ടു തന്നെയാണ്, കൺട്രോൾ സെഡ് തന്നെയാണ്. പഴയതിലാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ആൾട്ട് സെഡ് ആണ് ഉണ്ടാവുക. നോക്കൂ, ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്തു. തുടങ്ങിയോടെ തന്നെ നമ്മൾ ആ പോയിന്റിനെ അവസാനിപ്പിച്ചു. കൺട്രോൾ എൻ്റർ അടിച്ചു. നമുക്ക് ഈ ഭാഗം ഇൻവേഴ്സ്, അതായത് പുറത്തെ ഭാഗമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. കൺട്രോൾ ഷിഫ്റ്റ് ഐ അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഈ മുടിയുടെ അവിടെ കട്ടായിട്ടില്ല, ഇല്ലല്ലോ. ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. എറേസറിൻ്റെ ഉള്ളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഈ ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ പോയിന്റിൻ്റെ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായ? ക്ലിയർ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മഞ്ഞ ലൈറ്റ് ഇട്ടിട്ട് ഫോട്ടോ എടുത്ത കാരണമാണ് ഈ മുടിയുമലൊക്കെ മഞ്ഞ കളർ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പഠിച്ചില്ലേ ഒരു ടൂള്, ഡാർക്കാക്കാനുള്ള ടൂള്, ഡാർക്കാക്കാനായിട്ട് ടൂള് പഠിച്ചില്ലേ നമ്മൾ. ഈ ബേൺ ടൂൾ എടുത്തിട്ട് നമ്മൾ ആ ഫോട്ടോസിൻ്റെ ആ മുടിയുടെ അവിടെയൊക്കെ ഒന്ന് സ്വല്പം ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. കണ്ടല്ലോ, സംഭവം മനസ്സിലായ? അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളത് ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് നമ്മളപ്പോൾ ഇതിന് നിങ്ങൾക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കും. കണ്ട, ആ മുടി കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ സാറേ, ഈ ടൂള് ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്.
ഇല്ല, നന്നായിരുന്നു, പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ. മറ്റേത് എക്സ്ട്രാക്റ്റിൽ സംഭവം കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ചില സമയത്ത് അത് സപ്പോർട്ട് ചെയ്യാറില്ല. ഇത് ഏത് ടൂളും പക്കയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ടൂൾ വെച്ചിട്ട്. അതായത് പെൻ ടൂൾ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുക, മറ്റേ മുടിയുടെ ഭാഗമൊക്കെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ മേലെ കൂടെ പോയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് എറേസ് ടൂൾ വെച്ചിട്ട് ആ കളറിൻ്റെ ഏകദേശം സൈഡ് നോക്കി ഒന്നിങ്ങനെ എറേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ കളറോടെ വന്ന് ചിലപ്പോൾ ഒരു ലൈറ്റോ അല്ലെങ്കിൽ ഡാർക്ക് കളറൊക്കെ ചിലപ്പോൾ മുടിയുമുണ്ടാവും. അപ്പോൾ അതൊന്നൊരു ബേൺ ടൂളൊക്കെ ഇട്ടിട്ട് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആ ഭാഗമൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും മുടി കട്ട് ചെയ്യണേൽ. ക്ലിയർ ആണല്ലോ? അത് പല പല മെത്തേഡുകൾ ഉണ്ട് കേട്ടോ, ഓരോരുത്തർ ഓരോ ഐഡിയകൾ ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഐഡിയ ഇതാന്ന് മാത്രം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യും. ഇനി എറേസർ സാധാരണ രീതിയിലുള്ള എറേസർ മായ്ക്കാനായിട്ട് മറിച്ച് മേജിക് എറേസർ എന്നൊരു ടൂളുണ്ട്. അതായത് ഒരു പ്രത്യേക കളർ എവിടെ ഉണ്ടോ ആ കളറ് കംപ്ലീറ്റ് മാഞ്ഞു പോകും. മനസ്സിലായ? ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസിനെ നോക്കി നിങ്ങൾ, ഞാൻ അവനെ ഒന്നുകൂടി അവിടേക്ക് പേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ആ ഫോട്ടോസ് തന്നെ ഒന്നുകൂടി പേസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ എടുത്ത് മേജിക് എറേസർ ടൂൾ എടുത്ത് ആ മഞ്ഞയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ആ മഞ്ഞ കളർ കംപ്ലീറ്റ് മാഞ്ഞു പോയത് കണ്ടോ നിങ്ങൾ? സംഭവം മനസ്സിലായ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എറേസർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇന്നലെ പറഞ്ഞൊരു ഭാഗമാണ്, നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ നമ്മുടെ ക്ലാസ്സിലൂടെ പിന്നെ ഇന്നലെ വരാത്ത ആൾക്കാർക്കും കൂടി അത് ഉപകാരമാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ ഇന്നലെ ഗ്രേഡിയൻറ്റിൻ്റെ ടൂള് പഠിച്ചിരുന്നു. ഗ്രേഡിയൻറ്റിൻ്റെ ടൂൾ എന്ന് പറയുമ്പോൾ അറിയാലോ, ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പല കളേഴ്സുകൾ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഗ്രേഡിയൻറ്റ് ടൂൾ യൂസ് ചെയ്യാം. ഇതെടുക്കുക, പുതിയ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ, ലെയറിലാണെങ്കിൽ ലെയറിൽ ഗ്രേഡിയൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? ഗ്രേഡിയൻറ്റ് പല തരത്തിലുള്ള ഗ്രേഡിയൻറ്റുകൾ ഉണ്ട് ഇതിൽ, കണ്ടല്ലോ? ഇപ്പോൾ ബ്ലൂവിനോട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ റെഡിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടൂളുകൾ കണ്ടല്ലോ. ഓറഞ്ചിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രേഡിയൻറ്റുകൾ, ഏത് ഗ്രേഡിയൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്യാം. സ്വന്തമായിട്ട് ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യും ചെയ്യാം. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നോ? പക്ഷെ ഒന്നും കൂടി പറയാം, ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ആഗസ്റ്റ് 15 വരുന്നത്. അപ്പോൾ എനിക്കൊരു ഇന്ത്യയുടെ കൊടിയുടെ കളറൊന്ന് ബാക്ക്ഗ്രൗണ്ട് ആക്കി സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ മേലെ വന്നിട്ടുള്ള ഈ ഗ്രേഡിയൻറ്റിൻ്റെ കളറിൻ്റെ നടുക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഏത് കളറാണ് വേണ്ടതെന്ന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓറഞ്ച് കൊടുത്തു, നടുക്കിൽ വെള്ള, അടിയിൽ പച്ച. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ കൊടുത്ത് ഇനി നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? അതായത് ഗ്രേഡിയൻറ്റിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഫസ്റ്റ്, പിന്നെ മിഡ്, ലാസ്റ്റ്. ഇതിപ്പോൾ 3 തന്നെ കൊടുക്കാൻ പറ്റുമെന്നൊന്നുമില്ല, വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഗ്രേഡിയൻറ്റ് കളറുകൾ കൊടുക്കാം. കണ്ടല്ലോ? അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, കളർ ഏത് കളറാണ് വേണ്ടതെന്ന് ആ കളർ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഗ്രേഡിയൻറ്റിൻ്റെ പല സ്റ്റൈലുകൾ നോക്കി കണ്ടോ? ഒന്ന് നോർമല്, ക്ലിയർ ആണല്ലോ? ഈ പ്രോപ്പർട്ടീസ് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല? ഏതാ ഈ മോഡലുകളാണോ ഈ സ്റ്റൈലുകളാണോ? ഇത് സോഫ്റ്റ്വെയർ തരുന്നതാണ് നമുക്ക് അതിൻ്റെ സ്റ്റൈലുകൾ. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഡിഫറൻസ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസൈനുകളിലേക്ക് അതിനെ പല മോഡലുള്ള ഡിസൈനുകളിലേക്ക് ബാക്ക്ഗ്രൗണ്ടിനെ കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇതിലെപ്പോഴും നോർമൽ എന്നുള്ള കൺസെപ്റ്റായിട്ടാണ് എടുക്കുന്നുണ്ടാവുക. നോർമലാണ് എടുക്കുന്നുണ്ടാവുക. നമുക്ക് നോർമലാണ് സാധാരണ ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്ന എഫക്റ്റുകൾ. ഓക്കെ, ആ ഭാഗം ക്ലിയർ അല്ലേ? പിന്നെ ഈ 2 ടൂൾ നമ്മൾ പറഞ്ഞതാണ്. പെൻ ടൂൾ നമ്മൾ പഠിച്ചതാണ്. ഈ പെൻ ടൂളിൽ ഒരു 4-5 ടൂളും കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് നമ്മൾ സാധാരണ പെൻ ടൂള്, പിന്നെ വരുന്നത് ഫ്രീ ഫ്രം പെൻ ടൂളാണ്. ഫ്രീ ഫ്രം പെൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് സെലക്ഷൻ ആവും. മനസ്സിലായ? നേരത്തെ നമ്മൾ മൗസ്
ക്ലിക്ക് ചെയ്യണതിനനുസരിച്ചിട്ടല്ലേ വന്നിരുന്നത്. ഇത് മൗസ് വരയ്ക്കുന്നതിനനുസരിച്ചിട്ട് എന്തായി മാറും, ഇവിടെ ഗ്രേഡിയൻ്റ് പെൻ ടൂൾ ആക്റ്റീവായി മാറും. അതേപോലെ തന്നെ ഇവിടെ കർവ് ചെയ്യണൊരു കൺസെപ്റ്റ് ഉണ്ട്. നോക്കി നോക്കി, ആദ്യം വരയ്ക്കുക, എന്നിട്ട് നിങ്ങളിത് പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഷേപ്പുകളൊക്കെ നല്ല രസത്തിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, കർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്, അതായത് പുതിയതായിട്ടുള്ളൊരു നോഡ് ആഡ് ചെയ്യാനായിട്ട്. നോക്കൂ, നമ്മൾ കൊടുക്കുന്ന ആ നോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആ നോഡ് ആഡ് ആവുന്നത് കണ്ടോ? സംഭവം മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, നമ്മുടെ നോഡുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? പിന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളയ്ക്കാനും തിരിക്കാനും വേണ്ടിയിട്ട് പെൻ ടൂളിൻ്റെ ഉള്ളിലുള്ള ഒരു 6 ഓപ്ഷൻസ് കാണും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു ഭാഗം തന്നെയാണ് ടൈപ്പിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ്. അതിപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ റെക്കോർഡിംഗ് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈപ്പിങ്ങിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുകളെ കുറിച്ച് പറയാം. ഒന്ന്, ഇന്നലെ എടുത്തതിനായിട്ട് കുറച്ചുകൂടി കൂടുതൽ ഭാഗം കൂടി ഇതിലുണ്ട് കേട്ടോ, ടൈപ്പിങ്ങിൻ്റെ പ്രോപ്പർട്ടീസുകളിൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മൾ സാധാരണ രീതിയിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള്. നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫോണ്ട് കൊടുത്ത് ടൈപ്പ് ചെയ്യാം. സർ ഇങ്ങനെ ഡബിൾ എങ്ങനെയാണ് സർ വരുന്നത്? എന്ത് ഡബ്ല്യൂവിന് മേലെ ഡബ്ല്യൂ വരൂല, ഇങ്ങനെ ഡബിൾ സിംഗിൾ വരുന്നുള്ളൂ. സൂപ്പർ സ്ക്രിപ്റ്റ് അല്ലേ പറഞ്ഞു? എന്താ പറഞ്ഞ? എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല സർ. ഈ നമ്മൾ നോർമൽ ഡബ്ല്യൂവിന് മേലെ ഒരു ഡബ്ല്യൂ എഴുതിയിട്ടില്ല, ഇങ്ങനെ ഡബിൾ ആണൊക്കെ. ഞാൻ കാണിക്കാം ആ പ്രോപ്പർട്ടീസുകൾ ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ടൈപ്പ് ചെയ്യുന്ന ടൂള് കഴിഞ്ഞ് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് നമുക്ക് ഇവിടുന്ന് മേലെ നിന്ന് മാറ്റാം, അതിൻ്റെ സ്റ്റൈലുകൾ മാറ്റാം, സൈസ് മാറ്റാം, അലൈൻമെൻറ്റുകൾ മാറ്റാം. അലൈൻമെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ നോക്കൂട്ടാ, ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, റൈറ്റ് അലൈൻമെൻറ്റിലേക്കാണ് സെറ്റ് ചെയ്യണത്. 995883644 എൻ്റർ അടിച്ചു. ഓക്കെ, 0487 254 62 47. ഇതിന് നമ്മൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ പറയൂ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. എനിക്കിതിൻ്റെ റൈറ്റ് അലൈൻമെൻ്റ് ആണ് ഈക്വൽ ആവുന്നത്. റൈറ്റ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന അലൈൻമെൻ്റ് ആണ് ഈക്വൽ ആവുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് അലൈൻമെൻറ്റ് കൊടുത്താൽ മതി. കണ്ടല്ലോ, റൈറ്റ് അലൈൻമെൻറ്റ് ഈക്വൽ ആയില്ലേ? ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ, ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളർ കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കിതിനെ ആർച്ച് ഡിസൈൻ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്യുന്ന ടൂൾ കൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടീ എന്നുള്ള കളറിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം, ടീ എന്ന് എഴുതിയിട്ട് ഒരു റാപ്പ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻസ്, റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയാം. സാധാരണ എപ്പോഴും നന്നായിട്ടാണ് എടുക്കുക, നമുക്ക് ആർച്ചാക്കാം. കണ്ട, ക്ലിയർ ആണല്ലോ? ഇപ്പുറത്തെ സൈഡിലേക്ക് ആർച്ചാക്കാം. ക്ലിയർ അല്ലേ? ഇവിടെ 0 ആണെങ്കിൽ നോർമലായിട്ട് വരും. ഇനി ഒരു സൈഡ് മാത്രം വലുതാക്കാം. കണ്ട, അതേപോലെ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ക്ലിയർ ആണല്ലോ? ഇത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട, ആ മോഡലാണ് ആ ടെക്സ്റ്റ് ക്രിയേഷൻ ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇതേപോലെ കുറേ മോഡലുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലാഗ് കണ്ട, ഇത് നോർമൽ സ്റ്റേജിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയില്ല. എഫക്റ്റ് കൊടുത്താൽ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. നോക്കൂ, ഫ്ലാഗ് കണ്ടല്ലേ? ക്ലിയർ ആണല്ലോ? ഹൊറിസോണ്ടലി, വെർട്ടിക്കലി, അങ്ങനെ കംപ്ലീറ്റ് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസുകൾ, സ്റ്റൈലുകൾ അതിലുണ്ട്.
ഇനി നമ്മൾ പഠിക്കാൻ പോണതാണ് ക്യാരക്ടർ എന്നിട്ടൊരു ഭാഗം. നേരത്തെ ചോദിച്ചതൊക്കെ ഇതിലാണ് വരിക. ക്യാരക്ടർ അതായത് ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ലീഡിങ് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ഈ എയുടെ അടിയിൽ ഒരു എ ആയിട്ടൊരു ഭാഗം കണ്ടോ നിങ്ങൾ? ഞാൻ നേരത്തെ പോയി മാറ്റിയില്ലേ? അതായത് ഒരു ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത ടെക്സ്റ്റും ആദ്യത്തെ ടെക്സ്റ്റും അടുത്ത ടെക്സ്റ്റും തമ്മിലുള്ള അകലം എപ്പോഴും ഓട്ടമാണ് കെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവിടെ കുറയ്ക്കാനും പറ്റും, കണ്ടോ, കൂട്ടാനും പറ്റും. ക്ലിയർ ആണല്ലോ? ഇതിന് പകരേ ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കണ്ടോ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായ? ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ 4 ഏരോ അല്ലേ നമ്മൾ ഗെയിം കളിക്കുന്ന 4 ഏരോ, ഗെയിം കളിക്കുന്ന ഏരോ അല്ലേ കീബോർഡിൻ്റെ മുകളിൽ? അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മേലേക്കാക്കാനും അടിയിലേക്കാക്കാനും പറ്റും കേട്ടോ. അതും അതിൻ്റെ ഷോർട്ട് കട്ടാണ്. അതേപോലെ തന്നെ ലൂസാക്കണം എന്ന് വിചാരിക്കാം. ലൂസാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് കുറച്ച് ലൂസായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആൾട്ട് അമർത്തി പിടിച്ചിട്ട് നിങ്ങൾ ആ സൈഡിലത്തെ ഏരോ അമർത്തിയാൽ മതി. കണ്ടോ? ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? എന്താ ഒന്നുകൂടെ പറയണം? ശ്രദ്ധിക്കുക. ആൾട്ട് കീ അമർത്തി പിടിക്കുക, സെലക്ഷൻ ചെയ്യുക, ആൾട്ട് കീ അമർത്തി പിടിക്കുക കീബോർഡുമേ. എന്നിട്ട് നമ്മൾ ഗെയിം കളിക്കുന്ന 4 ഏരോ ഇല്ലേ, അതിലത്തെ സൈഡിലത്തെ ഏരോ അമർത്തി കഴിഞ്ഞാൽ ലൂസാവും, അതിൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലത്തെ ഏരോ അമർത്തി കഴിഞ്ഞാൽ ടൈറ്റ് ആവും. കണ്ടോ? ക്ലിയർ ആണല്ലോ? മേലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ മേലേക്ക് ആക്കുക, ലീഡിങ്, അതായത് 2 ലൈനുകൾ തമ്മിലുള്ള അകലം. ഇപ്പോൾ നോക്കി നോക്കിയേ, ആൾട്ട് അമർത്തി പിടിച്ച് അടിയിലത്തെ ഏരോണ് ഞാൻ അമർത്തുന്നത്, അപ്പോൾ ലൂസ് ആവണം കേട്ടോ. നിങ്ങൾ മേലേക്ക് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആവും ചെയ്യും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ടൈപ്പിങ്ങിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലും സെറ്റ് ചെയ്യാം, ലൂസാക്കാനും ടൈറ്റ് ആക്കാനും. എപ്പോഴും ഡീഫോൾട്ടായിട്ട് 0 ആണ് കിടക്കേണ്ടായിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കണം. ബോൾഡ് ആക്കാൻ പറ്റും, ഇറ്റാലിക്സ് ആക്കാൻ പറ്റും, ക്യാപ്സ് ലെറ്റർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. കണ്ടോ? അതിൽ തന്നെ സ്മോൾ ക്യാപ്സ് എന്നൊരു ഭാഗമുണ്ട്. ഇനി മോൻ ചോദിച്ച H2O 2നെ നമുക്ക് താഴ്ത്താക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഇതല്ലേ ചോദിച്ചത്? ഇപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ, ഈ എൻഡ് എന്ന് എടുക്കുന്ന ഭാഗം നമുക്ക് മേലേക്ക് ആക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, പിന്നെ അണ്ടർലൈന്, സ്ട്രൈറ്റ് ത്രൂ. ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ND എന്നുള്ള ഭാഗം സെലക്ഷൻ ചെയ്യാം. എന്നിട്ട് ഈ ടൂൾ ബോക്സിൽ കാണാം, ടെക്സ്റ്റിൻ്റെ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ കാണാം, T എന്ന് എഴുതിയിട്ട് മേലെ ഒരു 1 എന്നിട്ടുള്ളൊരു സിമ്പിൾ കണ്ടോ? നിങ്ങൾ ഇതിൻ്റെ മൗസിൻ്റെ പോയിന്റ് കണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം മേലെ കയറി നിൽക്കും. താഴ്ത്തിക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ തന്നെ സബ്സ്ക്രിപ്റ്റ് എന്നിട്ടൊരു ഭാഗമുണ്ട്. സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഇനി ടൈപ്പ് ചെയ്യണം, അത് എവിടെ നിന്ന് എടുത്തതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഈ ആ ആർച്ചുള്ള റാപ്പ് ടെക്സ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം ക്യാരക്ടർ എന്നിട്ടൊരു ഭാഗം. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അടിയിലേക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായ? നമുക്ക് അടിയിലേക്ക് ടൈപ്പ് ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടെക്സ്റ്റിനെ സെലക്ഷൻസ് വേണമെങ്കിൽ മാത്രം ആക്കാനായിട്ട് പറ്റും. നോക്കിയേ, മനസ്സിലായ? നേരത്തെ നമ്മൾ ഇന്നലെ മാജിക് വാണ്ടൂൾ കൊണ്ട് സെലക്ഷൻ ചെയ്തില്ലേ? അതിന് പകരം അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്ക് വേറൊരു ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഈ ടൈപ്പ് ചെയ്യുന്ന ടൂളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കണ്ടല്ലോ? ഇതിൽ നിങ്ങൾക്ക് കളർ കൊടുക്കാം. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഇന്നലെ നമ്മൾ മാജിക് വാണ്ടൂൾ കൊണ്ട് സെലക്ഷൻ ചെയ്തിട്ടല്ലേ കളർ കൊടുത്തിരുന്നത്?
സെലക്ഷൻ ചെയ്തിരുന്നത്? യെസ് സർ. ഇന്ന് നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്ന ടൂൾ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള 2 ടൂൾ കാണാം. ആ 2 ടൂൾ വെച്ചിട്ട് നമുക്ക് സെലക്ഷൻസ് മാത്രമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്നലെ സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ചെയ്തിരുന്നു അല്ലേ? സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെവിടെയായിരുന്നു? ഡൗൺലോഡ്സിലാണോ? ഇല്ല, അതിലില്ല. ഓക്കെ, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സ്കൈ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇമേജ് എടുത്തിരുന്നു. ഞാനിപ്പോൾ തൽക്കാലം ഇതിനെ സേവ് ചെയ്യുന്നുണ്ടേ. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ഫയലിൽ ഓപ്പൺ ചെയ്തു. ഫയല് ഡെസ്ക്ടോപ്പിൽ നിന്ന് ആ ഫോട്ടോസ് ഞാൻ ഓപ്പൺ ചെയ്തെടുത്തു. നമ്മുടെ പേജിലേക്ക് വലിച്ചിട്ടു. അത് വലുതാക്കാനും ചെറുതാക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വലുതാക്കും ചെറുതാക്കുകയൊക്കെ ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്? ഈ ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട് നോക്കിട്ടാ സ്കൈ എന്ന് ടൈപ്പ് ചെയ്തു. അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസും സ്റ്റൈലൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്നലെ പറഞ്ഞ പോലെ Ctrl+Shift+I അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. കണ്ടല്ലോ, ഇതും ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ക്ലാസ് ആയിരുന്നു. അതിൻ്റെ വേറൊരു മെത്തേഡ് ഒന്നുമില്ല. ഇന്നലെ ഞങ്ങൾ മാജിക് ബാൺ ടൂൾ കൊണ്ട് സെലക്ഷൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മളത് ഒറിജിനലായിട്ട് ആ ടൂൾ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യണത്. Ctrl+Shift+I കേട്ടോ. ഓക്കെ, ഒരു 2 ടൂളും കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഓട്ടോ ഷേപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ടല്ലോ, പല ഷേപ്പുകൾ നിങ്ങൾക്ക് വരയ്ക്കാം. ഇവിടെയാണ് നമ്മുടെ പുതിയ വേർഷൻസിൽ ഉണ്ടാകുന്ന ഒരു ഗുണം നമുക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കാം. നമുക്കിപ്പോൾ ഒരു ആർച്ച്, റൗണ്ടഡ് കോർണറൊക്കെ വരയ്ക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കിയേ, അതിൻ്റെ പ്രോപ്പർട്ടീസ് വന്നതുണ്ടോ നിങ്ങൾ? ഈ സൈഡിലൊരു വിൻഡോ, അതിൽ ചങ്ങലിട്ടിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് ഓഫാക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈഡിൽ മാത്രം വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ 0 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. ശ്രദ്ധിക്കട്ടാ, ഇവിടെ ഞാൻ 0 കൊടുത്തു, ഇവിടെ മാത്രം ഞാനൊരു 50 കൊടുത്തു. ഒരു ഷേപ്പ് ഡിസൈൻ ആയതുണ്ടോ നിങ്ങൾ? ഇത് പഴയ വേർഷൻസിൽ അതിൻ്റെ സെറ്റിങ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിലാവുമ്പോൾ നമ്മളിത് എടുത്തിട്ട് വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരും. കണ്ടല്ലോ, ഓട്ടോ ഷേപ്സുകൾ എന്ന് പറയാം. പല ഷേപ്സുകളുണ്ട്. ഏത് ഷേപ്സ് വേണമെന്നുണ്ടെങ്കിലും എടുത്ത് നിങ്ങൾക്ക് വരയ്ക്കാം. റൗണ്ട് ആണെങ്കിൽ റൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസാണ് വരും. മനസ്സിലായ? പോളിഗനാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പോളിഗൻ്റെ പ്രോപ്പർട്ടീസാണ് വരിക. കണ്ടില്ലേ? ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കുക. നമുക്ക് വരയ്ക്കുമ്പോൾ കളർ വരണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഫില്ലിൻ്റെ അവിടെ നണ്ണാക്കി കൊടുത്താൽ മതി കേട്ടോ. ഫില്ലിൻ്റെ അവിടെ ഇതെടുക്കുക, മേലെ പ്രോപ്പർട്ടീസിൽ നണ്ണാക്കി കൊടുക്കുക. ഫില്ലിൻ്റെ അവിടെ ഈ വര വരച്ചിട്ടുള്ള നണ്ണാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മളിത് വരച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് മാത്രമായിട്ട് മാറും. കണ്ടല്ലോ, ക്ലിയർ അല്ലേ? Ctrl+Enter അടിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സൂം ചെയ്യാനായിട്ട് ഈ ടൂളാണ്. Ctrl+, നീക്കാനായിട്ട് കൈയിൻ്റെ ചിഹ്നമാണ്. ക്ലിയർ അല്ലേ? സൂം ചെയ്യാനായിട്ട് കണ്ടല്ലോ, നീക്കാനായിട്ട് കൈയിൻ്റെ ചിഹ്നം നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മുടെ ടൂൾ ബോക്സുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഒരുവിധം എല്ലാ ടൂളുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇന്ന് ചോദിച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ റെക്കോർഡിംഗ് ഒന്ന് ഓഫാക്കട്ടെ.